ഈ വീട്ടിലേക്കുള്ള വഴിയുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള മർദ്ദനത്തിലേക്കും ഒക്കെ എത്തിയിരിക്കുന്നത്. ഈ പ്രദേശവാസികളൊക്കെ തന്നെ നല്ല രീതിയിലുള്ള അഭിപ്രായമല്ല പറയുന്നത്. നമസ്കാരം. സമൂഹ മാധ്യമങ്ങളിൽ കൊട്ടാരക്കരയിൽ വയോധികയെ ക്രൂരമായി മർദ്ദിച്ചു എന്നൊരു വാർത്ത വൈറലായിരുന്നു. ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ കണ്ടതാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് കൊട്ടാരക്കര ഗാന്ധിമുക്കിലെ റിട്ടയർഡ് അധ്യാപികയായിട്ടുള്ള ഈ സരസമ്മയുടെ വീട്ടിലാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിലാണ് വലിയ രീതിയിലുള്ള ക്രൂരമായ ആക്രമണം ഉണ്ടായത്. ഈ സംഭവത്തിൽ അയൽവാസിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ സംഭവത്തിൽ ചില കാര്യങ്ങൾ നാട്ടുകാർ പറയുന്നത് ഇങ്ങനെയാണ്. ഇവർ തമ്മിൽ കാലാകാലങ്ങളായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിലനിന്നിരുന്ന ചില വഴിത്തർക്കങ്ങളുണ്ടായിരുന്നു. ഈ വീടിന് സമീപത്തൂടി കാണുന്ന ഈ ഇടവഴിയിലൂടെയാണ് ഈ പ്രതിയായ ആളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി. ഇവർ തമ്മിലുള്ള ചില വഴിത്തർക്കങ്ങളാണ് വലിയ രീതിയിലുള്ള ഒരു മർദ്ദനത്തിലേക്ക് എത്തിയത്. എന്നാൽ പ്രദേശവാസികൾ പലരും പറയുന്നത് പ്രകാരം ഈ റിട്ടയർഡ് ആയിട്ടുള്ള സരസമ്മ എന്ന് പറയുന്ന ഇവർ പല പ്രാവശ്യവും ഇതുവഴി നടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ അസഭ്യം പറയുകയും അതോടൊപ്പം നാട്ടുകാരോടൊക്കെ തന്നെ വലിയ ഭാവമില്ലാതെ വലുതായിട്ട് സംസാരിക്കാനൊന്നും ഇല്ലാത്ത രീതിയിലാണ് അവർ പ്രതികരിക്കുന്നത്. ആരോടും എപ്പോഴും വലിയ ദേഷ്യത്തിലാണ് അവരുടെ ഭാവം. ഇങ്ങനെയാണ് നാട്ടുകാർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ വീട്ടിലേക്കുള്ള വഴിയുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള മർദ്ദനത്തിലേക്കും ഒക്കെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കണ്ടത് വലിയ രീതിയിലൊരു ക്രൂരമായ ആക്രമണം ഒരു വയോധികയ്ക്ക് നേരെ നടന്നിരിക്കുന്നു എന്നുള്ള ആക്രമണമാണ്. അപ്പോൾ ഈ ഒരു വഴിയിലൂടെ കാണുമ്പോൾ ഇവിടേക്ക് മേളിലേക്ക് പോകുന്ന ആ വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത്. നിരവധി തവണ ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോഴൊക്കെ തന്നെ അസഭ്യം പറയുകയും വഴക്കുണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വഴക്കുകളെല്ലാം പല തവണയും ഇത്തരത്തിൽ കേൾക്കാതെ അല്ലെങ്കിൽ പ്രായമുള്ള സ്ത്രീയോട് പ്രതികരിക്കാതെയും പോയി പലതവണ ഇത്തരത്തിലുണ്ടായി. ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ മൂർച്ഛിക്കുന്ന ഒരു സമയത്തിലാണ് ഇദ്ദേഹം പ്രതികരിച്ചത്. ഈ പ്രതികരണമാണ് ഇപ്പോൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടത് പ്രായമായ ഒരു സ്ത്രീയെ ക്രൂരമായി മർദ്ദിക്കുന്നതാണ്. പക്ഷേ ആ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഈ റിട്ടയർഡ് അധ്യാപികയായ സരസമ്മ എന്ന് പറയുന്നവർ വലിയ രീതിയിലുള്ള ഒരു ഇരുമ്പ് പിച്ചാത്തി കൊണ്ടുവന്നിട്ടാണ് ഇയാളെ അടിക്കാൻ ശ്രമിക്കുന്നത്. ഇതിനിടെയാണ് ഇദ്ദേഹത്തിന് കമ്പെടുത്ത് തിരിച്ച് മർദ്ദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത്തരം വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ രണ്ട് വശങ്ങളും കൂടി നമ്മൾ എപ്പോഴും അറിയേണ്ടതുണ്ട്. കാരണം ഈ പ്രദേശവാസികളൊക്കെ തന്നെ വലിയ നല്ല രീതിയിലുള്ള അഭിപ്രായമല്ല പറയുന്നത്. കാരണം ഞങ്ങളിവിടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ പോലും ഈ വീട് അകത്തു നിന്ന് പൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മാധ്യമപ്രവർത്തകരെ അകത്തേക്ക് കയറ്റിവിടാത്ത രീതിയിലാണ് പൂട്ടിയിട്ടിരിക്കുന്നു. അകത്ത് ആൾക്കാരുണ്ട്. അവർ ഞങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. കാരണം ഒരുപക്ഷെ സ്വന്തം തെറ്റോ അല്ലെങ്കിൽ അവർക്കത് ഉള്ളത് കൊണ്ടാവാം വലിയ രീതിയിൽ അവർ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. നാട്ടുകാരൊക്കെ തന്നെ ഇവരെ വലിയ രീതിയിൽ ഭയത്തോടെ തന്നെയാണ് കാണുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുമ്പോൾ രണ്ട് വശവും കൂടെ ഒന്ന് കേൾക്കേണ്ടത് അനിവാര്യമാണെന്ന് ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നു.